യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം മുഴുവൻ പിതാവിനെ ഉയർത്തുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യത്തോടെ അവൻ പോയതുകൊണ്ട് എപ്പോഴും പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ പ്രവർത്തിച്ചു. എന്ത് പ്രവർത്തിക്കുന്നതും പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് യേശു പ്രവർത്തിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ലക്ഷ്യം? പിതാവും ദൈവത്തെ ഉയർത്തുകയാണോ, നമ്മളെ തന്നെ ഉയർത്തുകയാണോ? ഈ യേശുവിൻ്റെ അതേ ലക്ഷ്യമായിരിക്കണം നമ്മുടേത്. അതായത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ. ശിഷ്യന് ഗുരുവിനേക്കാൾ ഗുരുവിനേതല്ലാതെ വേറൊരു ലക്ഷ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ യേശുക്രിസ്തുവിൻ്റെ അതേ ലക്ഷ്യം തന്നെ നമുക്കും ഉണ്ടായിരിക്കണം. പിതാവാം ദൈവത്തെ ഉയർത്തുക. അവന് ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ് അവന് കൊടുത്തിരിക്കുന്നത്. അതിന് തുല്യമായ വേറൊരു നാമമില്ല. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിനെ ഉയർത്താൻ എത്രമാത്രം സാഹചര്യം കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം പിതാവാം ദൈവത്തെ ഉയർത്തുവാനായിട്ട് നമുക്ക് ഉത്സാഹിക്കണം. അതാണ് ഇന്ന് ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങൾ. ഈ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നല്ലോ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. കർത്താവിനെ അറിയുന്നതാണ്, യേശുവിനെ അറിയുന്നതാണ്. എങ്ങനെ അറിയണം? അവനാണ് ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ സകല പാപത്തിന് പരിഹാരം ഈ കർത്താവാണെന്നുള്ളത് നമ്മൾ അറിയണം. നമ്മളുടെ പ്രവൃത്തിയല്ല, ഈ കർത്താവ് ആണ് നമുക്ക് രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കർത്താവിനെ ഉയർത്താനായിട്ട് കഴിയുള്ളൂ. ആ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുക. പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും നമ്മൾ ഉയർത്തുക. അവരെ ഉയർത്തി കഴിയുമ്പോൾ നമ്മളെ കൊണ്ടുള്ള ഉദ്ദേശം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ജീവിതം കൊണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ അവരെ പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും ഉയർത്തേണ്ടത്. അവൻ്റെ അതേ യേശുക്രിസ്തു എങ്ങനെ പോയോ അതേ ആത്മാവ് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമ്മുടെ ഓരോ സ്റ്റെപ്പും കർത്താവിൻ്റെ പാദം ഊന്നിയ അതേ വഴി കൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉത്സാഹിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ മാത്രമേ ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റുന്നുള്ളൂ. ആ കർത്താവിനെ ഏറ്റവും അധികം ഉയർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ സഹായിക്കുന്നതനുസരിച്ച് നമ്മൾ അവനെ ഉയർത്തിക്കൊണ്ടിരിക്കണം. എത്ര ഉയർത്തിയാലും അവനായിരിക്കുന്ന ആ ഉന്നത പദവിയിലേക്ക് അവനെ ഉയർത്താൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. അത്രമാത്രം ശ്രേഷ്ഠനായ കർത്താവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കർത്താവിനെ ഉയർത്താനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിന് സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഒത്തിരി മെസ്സേജുകൾ കേൾക്കുന്നു. പല കാര്യങ്ങളും നമുക്ക് ഒത്തിരി ഇപ്പോൾ നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ദൈവവചനം കേൾക്കുന്നുണ്ട്. എന്നാൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് ധൈര്യം ചോർന്നു പോകുന്ന അനേകം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ധൈര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ് പോകും എന്ന് തോന്നുമ്പം ശരിക്കും നമ്മൾ ഈ ഒരു വാക്യം, ഈ ഒരു കാര്യം നമ്മൾക്കായിട്ട് തന്നെ, നമ്മൾ പേഴ്സണലി വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരെയും കേൾക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ കേട്ട പോലെ ഇത് ചേമ്പലെ വെള്ളം വേണ്ട പോലെ തെറിച്ച് അതങ്ങനെ അങ്ങ് പോകും. നമുക്കത് ഉപകാരമായിട്ട് ഒരിക്കൽ പല സമയങ്ങളിലും അത് വരത്തില്ല. അപ്പം നമ്മൾ കാണുന്ന പോലെ യോഹന്നാൻ 1:1 9 വാക്യം, ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിലെ വാക്യം എൻലൈറ്റൻസ് എവരി മാൻ, ഏത് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചമായിട്ട് അതുണ്ട്. പക്ഷെ നമ്മൾ അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ മാത്രമേ നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ ഇപ്പോൾ ഒരാളെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുന്ന് നമുക്കൊരു റിവർ, ഒരു നദി, നമുക്ക് ഇപ്പം മാവേലിക്കരയ്ക്ക് ശേഷം അങ്ങോട്ട് പോകാനൊരു അങ്ങോട്ട് നമുക്ക് രാമപുരത്തിന് പോകാനായിട്ട് നമുക്കൊരു വെള്ളമുള്ള സ്ഥലമുണ്ട്. അപ്പം അവിടെ ഒരു പാലം അവിടെ ഒരു ബ്രിഡ്ജ് ഇല്ല, ഒരു പാലം അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി ഇവിടെ ഇപ്പുറത്ത് കറ്റാട്ടം നിൽക്കുന്നവരല്ല, മാലിക്കര ഇപ്പുറ സൈഡ് നിൽക്കുന്നവരല്ല അവിടെ അപ്പുറത്തോട്ട് രാമപുരത്തിന്റെ സൈഡിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു സമയത്ത് ഒരു മിനിസ്റ്റർ വന്ന സമയത്ത് അയാളോട് ഒരു പാലം പണിഞ്ഞു. പക്ഷെ പാലം പണിഞ്ഞതുകൊണ്ട് മാവേലിക്കരയുള്ളവരെല്ലാം രാമപുരത്ത് എത്തുന്നില്ല എന്ന് പറഞ്ഞു പോയത്. അതിന് അവിടെ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ പാലം വഴി കടന്നു പോകുന്നവർ മാത്രമേ, അത് ഉപയോഗിക്കുന്നവർ മാത്രമേ രാമപുരത്ത് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ, പാലം അവിടെ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ആർക്കും അത് ഉപയോഗമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ, ആ സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചത്തിനായിട്ട് നമ്മുടെ ഉള്ളിൽ, കർത്താവേ എൻ്റെ ഉള്ളിലൊരു ഇരുട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തും മാത്രം. നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിലൊരു വാക്യമുണ്ടല്ലോ, 3-1 വാക്യത്തിൽ എഴുതിയിരിക്കുമ്പോൾ നീ മരിച്ചവനാണ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു ഡിസ്കറേജ്മെന്റിന്റെ വാക്കാവും, ഞാൻ മരിച്ചവനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യോഹന്നാൻ സുവിശേഷം വായിക്കുന്ന സമയത്ത് 5:25 അന്തോന്നു വാക്യമില്ല, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവനിലേക്ക് വരികയും ചെയ്യുന്ന ഒരു വാക്യം. ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ 2 വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പം, റെവലേഷൻ വെളിപാട് പുസ്തകത്തിലെ ആ വാക്യം 3:1 വായിക്കുമ്പം അത് നമ്മളെ ഡിസ്കറേജ്, നമുക്കൊരു മരിച്ചവനാന്നുള്ള ഒരു കാര്യം പറയുന്നു. എന്നാൽ യോഹന്നാൻ 5:25 വായിക്കുമ്പം ആ മരിച്ചവർക്ക് എന്തോ ഉണ്ട്, ഒരു പ്രത്യാശയുണ്ട് എന്നുള്ള കാര്യം പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കാര്യം യേശുവിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ നേരിട്ട് കർത്താവിൽ നിന്ന് തന്നെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു ദിവസം സൗദിയിലായിരുന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു കാര്യം, വളരെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ എന്തിനാണ് ബദറിനെ പറ്റി ആലോചിച്ചതെന്ന് ചോദിക്കും. എന്നാൽ എൻ്റെ മനസ്സിൽ അത് വളരെ ശക്തമായ എന്നെ രാത്രിയിൽ അസ്വസ്ഥമാക്കുന്ന ഒരു ചിന്തയായിട്ട് ആ ഒരു കാര്യം വന്നു. എന്നാൽ അതിൻ്റെ തലേ ദിവസം ദൈവം എന്നോട് എന്നെ ഉറപ്പിക്കുന്ന ഒരു കാര്യം ദൈവം എന്നോട് അതിന് മുന്നേ എന്നോട് സംസാരിച്ചതും ഞാൻ ഓർക്കുകയാണ്. കാര്യം ആ വചന ഇങ്ങനെയായിരുന്നു, എവറിഥിങ് ഈസ് ഫ്രം ഗോഡ് ആൻഡ് ത്രൂ ഗോഡ്. ആ ഒരു വാക്യം, എല്ലാം സകലവും ദൈവത്താലും ദൈവത്തിങ്കിലേക്കും ദൈവത്തിന്, അങ്ങനെ ഒരു വാക്യം പറയാം. അത് ഏത് വേഴ്സിനാണ്? അതുപോലെ സിമിലർ ഒരു വാക്യം ഇവിടെ ഒരു വാക്യം 36, അതുപോലെ സിമിലർ ആയിട്ടൊരു വാക്യം തെസ്സലോനിയൻസിലും അങ്ങനെ അതൊരു വാക്യം, അവനും സകലം അവനാലും അവനിലേക്കും ആവുന്നു. ഞാൻ ആ ദിവസം മറന്നുപോയി.
റോമറിലെ ഒരു അങ്ങനൊരു വേഴ്സ് ഉണ്ട്. അതുപോലെ സിമിലർ ആയിട്ട് അതുപോലെ തന്നെ ഒരു വാക്യം കൂടെ. ഈ ഒരു വാക്യം ദൈവം എൻ്റെ ആ തലേദിവസം പകൽ ഞാൻ ഈ പ്രധാനം വായിക്കുമ്പം എൻ്റെ ഉള്ളിൽ ദൈവം ഈ ഒരു അഷ്യൂറൻസ് വന്നു. ഞാൻ ഈ പ്രശ്നങ്ങളിലൂടെ രാത്രിയിൽ എനിക്ക് ഒരു 12:30 ശേഷം എൻ്റെ മനസ്സിൽ വളരെ 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 ഒരു തിര പോലെ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ ഈ ഒരു പ്രശ്നം ഞാൻ എൻ്റെ മനസ്സിലൊരു നിങ്ങളോട് പറയുമ്പോൾ ഇതൊരു ഇമാജിനറി ആയിട്ട് കാര്യമാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് എന്നെ അത് അലോരസപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ദൈവം ഈ ഒരു കാര്യം തന്നത്. ഇത് ശരിക്കും ഇതെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഒറിജിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ ഭാരപ്പെടേണ്ടതില്ല എന്നുള്ളൊരു വലിയ അത് സത്യം പറഞ്ഞാൽ ഈ ഒരു വാക്യം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ രാത്രി ഉറങ്ങാനായിട്ട് പറ്റത്തേ ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴും ഉറങ്ങുന്ന സത്യത്തിൽ ഈ ഓരോ പ്രാവശ്യവും തിര പോലെ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്ന സമയത്ത് ദൈവവചനം വളരെ ശക്തമായിട്ട് അതിനെ കൗണ്ടർ ചെയ്ത കോണം ഈ ഒരു വാചനം എൻ്റെ ഉള്ളിൽ. സത്യം പറഞ്ഞാൽ ഞാൻ പീസ്ഫുള്ളി ആയിരുന്നു, ഒട്ടും ഞാൻ ഡിസ്റ്റർബ് ആയില്ല. എൻ്റെ മനസ്സിൽ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു ചിന്തയും ഇതിനെ കൗണ്ടർ ചെയ്യുന്ന ദൈവത്തിന്റെ വചനവും ത്രൂ ഔട്ടായിട്ട് 2:30 വരെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഓർക്കുമായിരുന്നു പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നമ്മൾ ഈ പല കാര്യങ്ങൾ അറിയുന്നതിൻ്റെ അപ്പുറത്ത് ധൈര്യമായിരിക്കാമെന്നുള്ള ദൈവത്തിന്റെ വചനം നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നമുക്ക് കർത്താവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ആ കാര്യം കേൾക്കുമ്പോൾ അതൊരു വലിയ അഷുറൻസ് ആണ്. അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അത് നമ്മൾ തന്നെ വ്യക്തിപരമായി കേൾക്കുന്ന കാര്യമായതുകൊണ്ട് ഇറ്റ് ഇസ് എ സ്ട്രോങ് ഹോപ്പ്. നമുക്കൊരു വലിയ പ്രതീക്ഷയെ നമുക്കൊരു പ്രത്യാശയുടെ നങ്കൂരമാണ്. നമുക്ക് ദൈവം നമ്മുടെ ആവശ്യങ്ങളാർക്കും ദൈവം നമ്മളോട് മുന്നമേ തന്നെ അഡ്വാൻസ് ആയിട്ട് പല കാര്യങ്ങളും നമ്മളെ സംസാരിപ്പിക്കുകയും സഹോദരന്മാരെ കൂടെ എൻകറേജ് ചെയ്യുകയും പല വചനങ്ങളോട് എൻകറേജ് ചെയ്യുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് നന്ദി പറയാം. ഞാൻ വിചാരിക്കായിരുന്നു നമ്മൾ ഈ മാർത്തോമയിലും പല വിശ്വാസങ്ങളൊക്കെ ആയിരുന്ന സമയത്തും നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ അവസാനം സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിച്ച് തീർക്കുമ്പം രാജ്യവും ശക്തിയും മഹത്വവും അത് നമ്മൾ കാഷ്വൽ ചെയ്ത് അങ്ങനെ സ്വിച്ച് പ്രാർത്ഥന തീർന്നിട്ട് അടുത്ത പരിപാടിക്ക് പോകാനായിട്ട് നമ്മളിത് എന്തോ പറയുന്നതെന്ന് അന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും ഈ ഒരു കാര്യം ആ പറഞ്ഞുകൊണ്ട് ശരിക്കും ഇപ്പോഴും പറഞ്ഞു നിർത്തിയ പോലെ എല്ലാത്തിൻ്റെയും വാസ്തവത്തിലുള്ള ഓണർ, അതിൻ്റെ ഗ്ലോറി, മഹത്വം കിട്ടേണ്ടത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ തന്നെയാണ്. ബിക്കോസ് അതെന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരു നന്മയില്ലാത്തൊരു ഒരു ജഡമാണ് എനിക്കുള്ളതെന്ന് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് എനിക്ക് എന്തോ ഉണ്ടായിട്ടാണ് എന്നെപ്പറ്റി ഈ നല്ല കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് എന്തോ ഉണ്ട് വാസ്തവത്തിൽ എൻ്റെ ഉള്ളിൽ കർത്താവെ നന്മയെന്ന് പറയത്തക്കൊണ്ട് ഒരു കാര്യവും ഇല്ലാത്തൊരുത്തൻ. അപ്പാർട്ട് ഫ്രം യു ഐ ആം സീറോ. എനിക്ക് ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ട പോലെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പുസ്തകം വായിച്ച പോലെ ഒരു ബീസ്റ്റിനെ പോലെ അവിടുത്തെ കൃപ ഒഴികെ അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ കേവലം ഒരു ബീസ്റ്റിനെ പോലെ മാത്രം ഒരു മൃഗത്തെ പോലെ മാത്രം പ്രവർത്തിക്കാനായിട്ട് കഴിയുന്ന, അത് ഭാര്യയോടാണേലും കുഞ്ഞുങ്ങളോടാണേലും വീട്ടിൽ ബാക്കിയുള്ളവരോടാണേലും കർത്താവേ എനിക്ക് അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യവും അങ്ങ് പറയുന്ന കാര്യങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ കർത്താവേ മൃഗത്തെ പോലെ മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഞാൻ ആ കാര്യം പലപ്പോഴും നമ്മളങ്ങ് വിട്ടുപോകും. പലപ്പോഴും ചില മീറ്റിങ്ങിനൊക്കെ ഇരിക്കുന്ന സമയം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കും. വന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങ് വിട്ടിട്ട് വിചാരിക്കും ദൈവമേ ഞാൻ എന്തൊക്കെയോ ചെയ്തു ആയിപ്പോയെന്നൊക്കെയുള്ള തോന്നല് വരാതിരിക്കത്തൊക്കെ കർത്താവിലേക്ക് നോക്കാനും കർത്താവെ അവിടുത്തെ മഹത്വത്തിന്റെ യോഗ്യത അങ്ങ് മാത്രമാണെന്ന് എപ്പോഴും ഓർക്കാനായിട്ട് ദൈവം എന്നെയും നമ്മളെ ഓരോരുത്തരെ സ്തുതിക്കുന്നു. ഇവിടെ 16-ാം അധ്യായത്തിന്റെ അവസാനമാണല്ലോ ആദ്യം പറഞ്ഞത്. എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് എങ്ങനെയാണ് ജയിച്ചതെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് കേട്ടു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ വാക്യം വായിച്ചപ്പം ഇതാ ഞാൻ വരുന്നത് തന്നെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. അതുപോലെ ജീവിതത്തിലുടനീളം പിതാവിൻ്റെ ഇഷ്ടം മാത്രം യേശു ചെയ്തു. അപ്പം അങ്ങനെയാണ് കർത്താവ് ലോകത്തെ ജയിച്ചത്. അതുകൊണ്ടാണ് അവസാനം പറയുന്നത് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. പിതാവിൻ്റെ ഇഷ്ടം മാത്രം. ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ലോകം, ജഡം, പിശാച് ഈ മൂന്നിനെയും
ജയിക്കാൻ യേശു ചെയ്ത ഒരേ ഒരു കാര്യം, സാഹചര്യം വരുമ്പം മറ്റേനെ തള്ളി നീക്കിയേച്ച് മറ്റേന് മുഖം തിരിഞ്ഞേച്ച് പിതാവിൻ്റെ ഇഷ്ടത്തിന് നേരെ ഇരുന്നു. ആ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ താൻ വിധേയപ്പെടുത്തി കൊടുത്തു. പരിശുദ്ധാത്മാവിനാൽ ആ പരിശുദ്ധാത്മാവിനാലാണ് കർത്താവ് എല്ലാം ചെയ്തത്. നിത്യാത്മാവിനാൽ നിഷ്കളങ്കനായി തന്നെ താൻ അർപ്പിച്ച കർത്താവ് ജീവിച്ചതും അങ്ങനെ തന്നെയാണ്. ജീവിച്ചപ്പം സ്വയജീവനെ അർപ്പിച്ചു, മരിച്ചപ്പം യഥാർത്ഥമായും കർത്താവിൻ്റെ ജീവനെ അർപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ഈ ലോകത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അതിന് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് ചെയ്യുന്നത്. ഫിലിപ്പിയർ 2:13 അല്ലേ? ഫിലിപ്പിയർ 2:13. അതുകൊണ്ട് 12 ഞാൻ വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇത് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും നിങ്ങൾ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും കർത്താവെല്ലാം പ്രവർത്തിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടാകണമെങ്കിൽ അത് ദൈവം അവിടെ വെച്ചിട്ടാണ്. ദൈവം ആഗ്രഹം വെക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കാൻ കൂടെ കർത്താവ് എന്നെക്കൊണ്ട് അത് പ്രവർത്തിപ്പിക്കാനും കൂടെ ശക്തനാണ്. പക്ഷെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഭയത്തോടും വിറയലോടും കൂടെ ദൈവം അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം എൻ്റെ സ്വന്തമാക്കി തീർക്കണം. ഞാനത് പ്രാവർത്തികമാക്കാൻ എനിക്കൊരു ഭയവും വിറയലും വേണം. പ്രലോഭനങ്ങളുടെ വേളയിൽ, സാഹചര്യങ്ങളിൽ ഞാൻ ഭയത്തോടും വിറയലോടും കൂടെ എൻ്റെ ദൈവം ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ ചെയ്യാനുള്ള ശക്തി കർത്താവ് തരും. പക്ഷേ എൻ്റെ ഭയവും വിറയലും ദൈവത്തിനൊന്ന് കാണണം. അതാ കർത്താവിനെ കുറിച്ച് പറയുന്നത്. അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചനയും കഴിക്കുകയും അവൻ്റെ ഭയഭക്തി നിമിത്തം അവന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുവിന് ആ ഭയഭക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഉറച്ച നിലവിളി. എന്താ കർത്താവ് അപേക്ഷിച്ച് ഓരോ സാഹചര്യത്തിലും കർത്താവെ ഇവിടെ മഹത്വപ്പെടുത്തണമേ, നിന്നെ മഹത്വപ്പെടുത്തണമേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നാണ് യേശു കർത്താവ് കരഞ്ഞത് മുഴുവൻ. പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയപ്പോഴും വേറെ ഒന്നുമല്ല കർത്താവിന് പറയാനുണ്ടായിരുന്നു. കർത്താവെ, ഞാൻ ഒന്നുകിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യത്തിൽ അവിടുത്തെ മഹത്വം മുഴുവൻ അവിടുത്തെ എടുക്കണമേ. ഇത് മാത്രമേ കർത്താവിന് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ദൈവത്തിൻ്റെ മഹത്വം മാത്രം അന്വേഷിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു. ദൈവത്തിന് മാത്രം മഹത്വം അന്വേഷിക്കാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള കാര്യം കർത്താവ് ആ കാഴ്ചയോടെ പിന്തുടരാനാണ് ദൈവം എന്നെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം വായിച്ചപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവെ, ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ, എനിക്ക് നിന്നെ പോലെ ആ കാര്യത്തിൽ ഇങ്ങനെയാണോ, ഈ കാര്യത്തിൽ എങ്ങനെയാണോ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും പക്ഷെ സാഹചര്യം വരുമ്പം ദൈവം അത് ആ ആഗ്രഹം പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ വെച്ചത് ദൈവമാണ്, ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല. പക്ഷെ അത് ചെയ്യാൻ പ്രവർത്തിക്കുകയും കർത്താവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചെയ്യുന്നില്ല. ഭയത്തോടും വിറയലോടും കൂടെ അതിനെ ഏറ്റെടുക്കാനായിട്ട് എനിക്കൊരു ഭയവും വിറയലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴെങ്കിലും തോറ്റു പോകുന്നെങ്കിൽ, പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ റീസൺ എന്ന് കർത്താവിനോട് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അന്ന് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കാൻ കർത്താവ് ഇപ്പോഴേ എന്നെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ വചനം തന്നെ നടത്തുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ച പല വാക്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് ആ യോഹന്നാൻ 12:7 അത് ചെയ്ത കർത്താവ് ഒരു ഭംഗിവാക്ക് പറയുക ആരുമില്ല. കർത്താവിനെ മഹത്വപ്പെടുത്തണേ. ആ 12:27 പറയുന്നുണ്ടല്ലോ. ഇവിടെ 27 പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ട കർത്താവ് പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്നത്, പിതാവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണേ. കാരണം യേശുവിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ ഈ മനുഷ്യ ജഡമെന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അതിനകത്ത് ഒരു നന്മയും പാപമല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇപ്പം ഞാൻ കുറേശ്ശെ മനസ്സിലാക്കുന്നുണ്ട്. അത് യേശുവിന് ആദ്യം മുതലേ അറിയായിരുന്നു. മനുഷ്യനായി വന്നാൽ
അവന് ഈ ജഡം പാപം ചെയ്യാൻ മാത്രം കൊള്ളാവുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഈ ഉള്ളം കലങ്ങി വരുമ്പോഴാണ് പലപ്പോഴും കർത്താവിനെ ഉപേക്ഷിച്ചേച്ച് പോകുന്നതും ഭാരമെല്ലാം കൂടെ കൂടുമ്പോഴാണ് പലപ്പോഴും കർത്താവ് പ്രതികരിക്കുന്ന വിധത്തിലല്ലാതെ പ്രതികരിച്ചു പോകുന്നത്. ടെൻഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകുന്നത് എൻ്റെ ഈ ജഡത്തിൽ നിന്ന് വരുന്നതാണ്. അത് കർത്താവ് നല്ലപോലെ അറിയാം. കർത്താവ് പറയണം, കർത്താവേ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ കലങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ നിൻ്റെ നാമത്തിന് ദുഷ്യായിട്ട് എന്നിൽ ഉണ്ടാകല്ലേ, ഒന്നും ഉണ്ടാകല്ലേ. പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആ കരച്ചിലിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ പിതാവാണ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഇപ്പം ഈ 17-ാം അധ്യായത്തിലും കർത്താവ് മരിക്കാൻ പോവുക. അപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത്, നീ രക്ഷിതാവാണേ ഇറങ്ങി വാ, ഞങ്ങളെല്ലാവരും നിന്നിൽ വിശ്വസിക്കാം. അത് കേട്ടിട്ട് കർത്താവ് ഇറങ്ങി പോകാതിരുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? ഇവിടെ കർത്താവ് വീണ്ടും പ്രാർത്ഥിച്ചിരിക്കുക, കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, നീ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ പുത്രനെ മഹത്വപ്പെടുത്തണമേ. അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ അല്ലെ ഈ കുറേ അടിയും തുപ്പും ഒക്കെ കൊണ്ടു കഴിയുമ്പം ഈ വന്ന കാര്യമൊക്കെ ഉപേക്ഷിച്ചേച്ച് അല്ലെ യേശുവിൻ്റെ ആ ദിവ്യത്വം കൊണ്ട് രക്ഷപ്പെട്ടു പോയാൽ അതിനൊക്കെ ഒരു പിശാചാവുന്നത് ശ്രമിച്ചതാണ് യേശുവിനെ ക്രൂശിൽ പോകാതെ തിരിക്കാനായിട്ട്. പക്ഷെ അവിടെയൊക്കെ കർത്താവ് ജയിച്ചത് ഈ ഒരു പ്രാർത്ഥന കൊണ്ട്, പിതാവേ എന്നെ മഹത്വപ്പെടുത്താൻ എന്നെ മഹത്വപ്പെടുത്തണം. ഇത് കഴിഞ്ഞാണല്ലോ ഗെത്സമനെ തോട്ടത്തിലോട്ട് പോകുന്നതും. ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന അതിനകത്ത് യേശു കർത്താവ് സർപ്പത്തിൻ്റെ തല ചവിട്ടി വെച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ചിറങ്ങി നന്നായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് സാജി ബ്രദർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടുവന്നില്ല. അപ്പം അതിൻ്റെ റീസൺ കർത്താവ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, പിതാവേ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്, നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യേകിച്ച് പാപം ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാകുന്ന ഒരു വേളയിൽ, പാപം ചെയ്യാന്ന് പറഞ്ഞാൽ ജോലി ബ്രദർ പറയുന്ന പോലെ പട്ടികയിൽപ്പെട്ട പാപമൊന്നുമല്ല, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും എന്നിൽ നിന്ന് വരുന്നെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ കർത്താവെ ആ സാഹചര്യം കാണുമ്പോൾ തന്നെ പിതാവേ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ഇവിടെ എന്നെ മഹത്വപ്പെടുത്തണമേ, എൻ്റെ പുത്രൻ കരഞ്ഞതുപോലൊരു കരച്ചിൽ എൻ്റെ ഉള്ളത്തിൽ നിന്നും ഉണ്ടാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ യോഹന്നാൻ ലാസറിനെ ഉയർപ്പിക്കുന്ന ആ സമയത്ത് മാർത്തോട് എന്താ കർത്താവ് പറയുന്നത്? കർത്താവ് 4 ദിവസമായി നാറ്റം വെച്ചു എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നത്, വിശ്വസിച്ചാൽ നീ എൻ്റെ മഹത്വം കാണുമെന്നല്ല, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. അപ്പോൾ ഓരോ സാഹചര്യം യേശുവിനെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പഠിക്കുന്തോറും യേശു ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം കാണുകയും ആ കാൽപ്പാട് പിൻപറ്റിക്കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് കർത്താവ് എനിക്കും അതിന് ഇടയാക്കാൻ തക്കവണ്ണം ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വേറെ ഒന്നിനും എനിക്ക് അഭിഷേകം വേണ്ട കർത്താവ്. എനിക്ക് അഭിഷേകം വേണ്ടത് എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, പുത്രൻ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ പൗലോസ് പറയുന്ന പോലെ ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഉയർത്തുന്ന ഒരു ജീവിതം. കർത്താവേ അതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ആവശ്യമുണ്ട്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്തിനാണ് എന്നെ എനിക്ക് നിൻ്റെ അടുക്കൽ നേരത്തെ ഉണ്ടായിരുന്ന മഹത്വം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പം കർത്താവ് വേറൊരു കാര്യം കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കർത്താവ് നിൻ്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ ഇരുത്തണമെന്ന് 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. 6-5 ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിൻ്റെ വചനം പ്രമാണിച്ചു ഇരിക്കുന്നു. എന്നിട്ട് വീണ്ടും 24-ാം വാക്യത്തിൽ പറയുകയാണ്, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. അതായത് ഈ ഞാനും നമ്മളെല്ലാവരും ആ കൂട്ടത്തിലുണ്ട്.
നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം. നമ്മൾ ഞായറാഴ്ച കേട്ടതാ, പിതാവിൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. ജയിക്കുന്നവർക്ക് പിതാവിനോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ അപ്പം എനിക്കും എന്നെയും അവിടെ ഇരുത്തണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവെ, ആ ആഗ്രഹത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകാനിടയായില്ലേ. അവിടുത്തെ ആഗ്രഹം നിറവേറ്റാൻ പിതാവിനെയും പുത്രനെയും മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും എൻകറേജിംഗ് ആയിട്ട് തോന്നിയ കർത്താവ് കണ്ണ് ഉയർത്തി നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യത്തിലും ആ ഒരു നമുക്ക് ചുറ്റും പറയുന്ന ഇതും അതെല്ലാം കേട്ട് നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻസാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു, എന്നാലും നമ്മൾ ഇങ്ങനെ താഴോട്ട് കുനിഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷേ അതല്ല, കർത്താവ് കണ്ണുയർത്തുന്ന പലപ്പോഴും പല സിറ്റുവേഷൻസ് അവിടെയെല്ലാം പിതാവിനെ കണ്ടുകൊണ്ട് ജീവിച്ച ആ ഒരു കാര്യം. ഇന്ന് രാവിലെ എന്നോട് ദൈവം സംസാരിക്കുമായിരുന്നു. പല കാര്യങ്ങളും എനിക്ക് ചെയ്യണമെന്നിങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ഒരു അതായത് ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, ആ ഒരു കാര്യം ചെയ്താൽ മതി എന്നുള്ളത്. അതായത് കർത്താവിൻ്റെ കൂടെ ഒരു നിന്നാൽ നിനക്ക് പല കാര്യങ്ങളും നിന്നിലൂടെ ചെയ്യാനായിട്ട് ദൈവത്തിന് സാധിക്കും. ആ ഒരു ക്രോസിലൂടെ പോവുക. അതായത് നമുക്ക് സ്വയമായിട്ട് പലതും എസ്പെഷ്യലി ഒരു രാവിലെ എണീക്കുമ്പോൾ തൊട്ടേ രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് നമ്മളെ പ്ലീസ് ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് തോന്നുമ്പം ചിലപ്പം നിരാശപ്പെട്ടിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കാനായിരിക്കും. പക്ഷേ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും അവിടെ കർത്താവിനായിട്ട് ജീവിക്കാനായിട്ട്. അപ്പം അവിടെ കണ്ണുയർത്തി കർത്താവിൻ്റെ പ്രസൻസിൽ കർത്താവ് പിതാവിൻ്റെ മുഖം കണ്ടതുപോലെ തന്നെ ഞാനും ഓരോ സാഹചര്യത്തിലും കർത്താവ് അവിടെ എങ്ങനെയാണ് ക്രൂശ് വഹിച്ചത് അത് ആ ഒരു കാര്യം കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു ജോൺ 15 ആ ഒരു വേഴ്സ് തന്നെ ദൈവം ഓർപ്പിച്ച് ഇഫ് യു ഡോണ്ട് അബൈഡ് ഇൻ മീ, ആ ഒരു കർത്താവായിട്ട് അബൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് എൻ്റെ സ്വയബലത്തിലും സ്വയശക്തിയിലും എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓരോ സാഹചര്യത്തിലും അങ്ങനെ ദൈവത്തിൻ്റെ പ്രസൻസിൽ ജീവിക്കാനായിട്ട് സൈക്കിളർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഒരു വെറും മൃഗത്തെ പോലെ, ജിബ്രർ ഒരു മൃഗത്തിന് താഴെ കഴിക്കണം, ഇപ്പം ഉറങ്ങണം, ഇപ്പം കഴിക്കണം, ആ ഒരു ചിന്തകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. കർത്താവിന് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ആ 33.5 years ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോ സെക്കൻഡും കർത്താവ് ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അല്ലാതെ എന്തെങ്കിലും കുറച്ച് നിമിഷം അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രം അല്ലെങ്കിൽ അതൊരു മീറ്റിങ്ങിൻ്റെ ടൈം മാത്രമല്ല, അവിടെ ഓരോ സെക്കൻഡും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്നെ ജീവിക്കാനായിട്ട് അവിടെ. അപ്പോൾ ആ ഒരു ആത്മീയ കണ്ണുകൾ ഒരു ലൗഡിസ്റ്റൻ എൽഡറിനോട് പറഞ്ഞ കാര്യം ശരിക്കും നമ്മളുടെ ഈ സാഹചര്യങ്ങളും ചുറ്റുപാടും അതല്ല നമുക്ക് ഒരു ഉയരത്തിലേക്ക് നോക്കാൻ അവിടെ ഓരോ സാഹചര്യത്തിലും ദൈവമേ ദർ ഈസ് സംതിങ് സ്പിരിച്വൽ. ഓരോ സിറ്റുവേഷനിലും നമ്മൾ ദർ ഈസ് സംതിങ് സ്പിരിച്വൽ ഇൻ ദിസ്. ഇത് വെറുതെ അല്ല എൻ്റെ മുമ്പിൽ വന്നത്, അവിടെ എല്ലാം എനിക്ക് തോന്നുന്ന പോലെ റിയാക്ട് ചെയ്യാനല്ല. ഇന്ന് തന്നെ ഞാൻ ആക്ച്വലി ഇന്ന് മീറ്റിങ്ങിന് വരാനായിട്ട് ഇന്നലെ തൊട്ട് പ്രിപ്പറേഷൻ കാറ് കഴുകുന്നത്, അത് പല കാര്യങ്ങൾ വെച്ച് നമ്മൾ ആ ഒരു 4:15 സന്ധ്യയുടെ സമയം പറഞ്ഞ് അതിന് മുമ്പേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ ഇന്ന് എൻ്റെ കൂടെ ഉള്ളൊരു ഡോക്ടറിന് എന്താ പറയുന്നത് അവിടെ പുള്ളിക്ക് അസുഖമായിട്ട് വരാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം കുറച്ചുകൂടെ നേരം, സാധാരണ 1 മണിക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒത്തിരി സമയം അതിൻ്റെ കൂടെ പിള്ളേരുടെ സ്കൂളിലും പോകണം, അവരെയും കൂടെ കളക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പം ശരിക്കും അവിടെ
വേണമെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സാഹചര്യം. പക്ഷെ അവിടെ ഇല്ല, ദൈവം അനുവദിച്ചത്. ദൈവമേ ഞാൻ ഓരോ സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ, എന്നെ ഗൈഡ് ചെയ്യണേ, ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓരോന്നും ചെയ്യാതെ ഐ വോണ്ട് ടു ബി വിത്ത് യു. ഒരു ശരിക്കും ഞാൻ ഐ വാസ് ഫീലിംഗ് ദൈവം എന്നെ ഗൈഡ് ചെയ്യുമായിരുന്നു ഓരോ സാഹചര്യവും. അതുപോലെ നമ്മൾ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൂടെ ഓരോ സെക്കൻഡും ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും. അവിടെ ക്രോസ് എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനായിട്ടും അങ്ങനെ പിതാവിൻ്റെ നാമം നടത്തുവാനായിട്ടും ദൈവത്തെ സഹായിക്കും. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ശരി, ദൈവം നമ്മളിപ്പം ശരിക്കും പാടിയ പോലെ തന്നെ ദൈവം വാക്കുമാറാത്ത ദൈവത്തിൻ്റെ സ്നേഹം, നമ്മൾ പാടിയ പോലെ ശാപമേറ്റ എന്നെയും തേടി വന്നു. അതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യും. നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സാക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ട സമയത്ത് എന്നോട് ചോദിച്ച സമയത്ത് എന്തുവാ ഇതിൻ്റെ റീസൺ ചോദിക്കും, എന്താ ഇതിൻ്റെ കാരണം എന്തുവാ ചോദിക്കുമ്പം സോദരൻ പറഞ്ഞ ഗുഡ്നസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നന്മ, ദൈവം നല്ലവനാകുന്നു എന്നുള്ള ഒരു ഒറ്റ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആ ഒരു ഒറ്റ വ്യത്യാസമാണ് ദൈവം നമ്മളോട് കാണിച്ച മഹാദയയും സ്നേഹവും മാത്രമേ. അല്ലെങ്കിൽ നമ്മൾ പാടി പോലെ മായാലോകത്തിൻ്റെ പുറകെ ഓടേണ്ടിയിരുന്ന, അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന നമ്മളെ ദൈവത്തിൻ്റെ കൃപയാൽ വിളിച്ചു ചേർക്കുകയും ദൈവം പല സാഹചര്യങ്ങളിലും നമ്മളെ പറഞ്ഞ പോലെ ഓരോ ചില സമയങ്ങളിൽ ഒരു റെഡ് സിഗ്നൽ കാണിച്ച് ഇതിൻ്റെ പല വഴി എനിക്കിഷ്ടമുള്ള പല വഴികളിലും ബ്ലോക്ക് ചെയ്യുകയും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത അനേകം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളോട് നമ്മളെ കടത്തിക്കൊണ്ടു പോവുകയും അവിടെ നമുക്ക് കഷ്ടത അനുഭവിക്കാനായിട്ട് ദൈവം നമ്മളെ അതിലൂടെ കഷ്ടതയായിട്ട് കടത്തിക്കൊണ്ടു പോവുകയും അനേകം ജീവിതത്തിൽ ദൈവം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഓരോ ദിവസവും നമ്മളെ നടത്താനായിട്ടും നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെ നടത്താനായിട്ട് ഓരോ മാർഗത്തിലൂടെ ദൈവത്തിൻ്റെ ദയയിലൂടെ ഈ സമയങ്ങളിൽ കൊണ്ടുവരുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ആ കൃപയിൽ ഞാൻ ആ കേട്ട ഇതോടുള്ള ബന്ധം ഞാൻ ഈ സമയങ്ങളിലൊക്കെ ശരിക്കും ചിന്തിക്കുമായിരുന്നു. പ്രാരംഭമായിട്ട് നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു ആദ്യത്തെ നിലയിൽ നമുക്ക് വ്യക്തിപരമായിട്ട് യേശുവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ആവശ്യമുണ്ട്. അത് തുടർമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതൊരു ഫെലോഷിപ്പ് നമുക്ക് ഉണ്ട്. അതിനുശേഷം നമ്മുടെ കുടുംബജീവിതം നമുക്ക് നമ്മുടെ ഭാര്യ, മക്കൾ, അവരുടെ അല്ലെ മാതാപിതാക്കൾ, അവരുടെ ആ ഒരു നമ്മുടെ കുടുംബജീവിതമാണ് അടുത്തത്. പിന്നെ മാത്രമേ നമ്മുടെ സഭാജീവിതമോ അല്ലെങ്കിൽ നമുക്ക് പുറത്തുള്ള മിനിസ്ട്രിയും വരുന്നു. നമുക്ക് ഈ ഇങ്ങനെയുള്ള ഏറ്റവും താഴത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും നമുക്ക് നമുക്ക് ഈ ഒരു കൂട്ടായ്മയിൽ ആയിരിക്കുന്ന സമയത്തും ഏറ്റവും ഞാൻ അന്വേഷിച്ച് നോക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം യേശുവുമായിട്ടുള്ള എൻ്റെ ബന്ധം. ഓരോ സമയങ്ങളിലും കർത്താവ് ഓരോ കാര്യങ്ങൾ നമ്മളെ വെല്ലുവിളിക്കുന്ന അനേക സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് ഞാൻ ഇപ്പം ഈ വിഷയത്തിന് മുന്നിൽ ഞാൻ എവിടെ ആയിരിക്കുന്നു, എനിക്ക് യേശുവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ടെന്ന് ശോധന ചെയ്യാനായിട്ട് ദൈവം സഹായിക്കുകയും നടത്തുകയും ചെയ്യുന്നതിനായിട്ട് അതുപോലെ തുടർന്നു. കർത്താവിൻ്റെ ആ ഒരു വലിയ അനേകം വെല്ലുവിളിക്കുന്നതും നമ്മളെ അലോസരപ്പെടുത്തുന്നതുമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ഞാനങ്ങനെ പറയുന്നത് പറഞ്ഞാൽ എല്ലാ വചനങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഒരേപോലെ സന്തോഷമല്ല. അത് നമ്മളെ ഉണർത്തുകയും നമ്മളെ വെല്ലുവിളിക്കുകയും നമ്മളെ കുലുക്കുകയും നമ്മളെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനേകം കാര്യങ്ങൾ വിടേണ്ട കാര്യങ്ങളെ വിടുകയും മനസ്സാന്തരപ്പെടേണ്ട കാര്യങ്ങൾ ദൈവം നമ്മളോട് അത് ശക്തമായിട്ട് പറയുകയും ചെയ്യുന്നു. അതിനായിട്ട് നന്ദി പറയുന്നു. തുടർന്നും ആ ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിന് ഓരോരുത്തരെയും He's my everything. How about you? Like honey in the rock, sweet honey in the rock. For it is just like honey in the rock. Oh, taste and see
that the Lord is good, for He tastes like honey in the road. Oh, taste and see that the Lord is